ഈ മശായഖന്മാരില്ലാന്നാ പറഞ്ഞ് അതുവരെ പറഞ്ഞു പോയി. അതുവരെ ഇവിടെ പഠിപ്പിച്ചല്ലോ. ആരാണ് ഇവിടെ മശായഖന്മാരില്ലാന്ന് പഠിപ്പിച്ചത്? മോൻ്റെ നിങ്ങൾ രണ്ട് മോയന്താളല്ലേ അവിടെ പഠിപ്പിച്ച്? അത് പഠിപ്പിച്ചതിന് ശേഷം വേറെ ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇതും നൗഷാദാണ് ഇവിടെ പഠിപ്പിച്ചേ. പഠിപ്പിക്കുക മാത്രമല്ല, അത് DVD ആക്കി വിറ്റ് കായുണ്ടാക്കി നക്കി നടന്നോലങ്ങൾ. സ്വന്തം പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും നക്കാൻ കൊടുത്തത് അതുകൊണ്ടാ. കുഞ്ഞമ്മിൻ്റെ ആശേട്ടോ ആരെന്തുകൊണ്ട് കുഞ്ഞമ്മ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, കുഞ്ഞമ്മിന് ഓർമ്മ ഉണ്ടാവും. നമ്മളെ ക്ലിപ്പ് അടക്കട്ടെ. എന്നിട്ട് നിങ്ങൾ വേറെ നെഞ്ഞത്ത് കയറിയല്ലേ? ഇജപ്പം ഇല്ലാണ്ടോ അതിൻ്റെ ആ സ്റ്റേജിൽ? ഇജപ്പം ഇല്ലാണ്ടോ അതിൻ്റെ ആ സ്റ്റേജിൽ ചെയ്യുന്നോ? ഓനെ പ്രസംഗിച്ചപ്പം ആദർശ മുന്നേറ്റം നടന്ന പരിപാടി നടത്തിയതാ. 2013 തൊട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. അതിനാ ഞാൻ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇത് ആരാജ് പഠിപ്പിക്കുന്നത്? എൻ്റെ മുന്നിൽ കിട്ടുന്ന മൈൻഡായ ഓർക്ക് തിരിച്ചു ചിലപ്പം. പക്ഷെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതിലുണ്ടാക്കാം. ചിലപ്പോൾ വല്ല ആ ഷെയ്ഖിൻ്റെ തൊലിക്കത്തിൻ്റെ ആയി വന്നിക്കല്ലേ, ഞങ്ങളെ മുന്നിൽ നടക്കൂല മനെ കേട്ടോ. എൻ്റെ അണ്ണാക്കൊക്കെ ഞാൻ തിരികെ തരുന്നേ. ഇതും നൗഷാദ് അവിടെ പഠിപ്പിച്ചേ. തുറന്നു പോരുത്. അതുകൊണ്ട് അവസാനത്തെ ഒരു ഉപദേശം, ത്വരീഖത്തും ഹഖീഖത്തും ശരീഅത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പുള്ള ശരീഅത്തിൽ ഒന്ന് കർശനായി ജീവിക്കുക. സ്വാലിഹീങ്ങളോടൊക്കെ നമുക്കൊന്ന് കൂടി പെരുമാറുക. അതാപ്പ നമുക്ക് നല്ല വഴി. ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും. കണ്ടോ, മശായിഖന്മാരനില്ല, ത്വരീഖത്തിന്റെ ശൈഖിനെ നിങ്ങൾ നോക്കി പോകുമ്പോഴേക്കും നിങ്ങളെ കാലം കഴിഞ്ഞു പോകുന്ന പഠിപ്പിച്ചതാരാ? ആരെങ്കിലും ശൈഖിനെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങളങ്ങനെ നടക്കണ്ട, നിങ്ങളെ കാലം കഴിഞ്ഞു പോകും, കിട്ടൂല, സാധനമില്ല എന്ന് പഠിപ്പിക്കുകയും അത് DVD ആക്കി വിറ്റ് കായുണ്ടാക്കി പുട്ടടിച്ച് നടക്കുകയും ചെയ്ത സമതെ ഇതും നൗഷാദാണ് പഠിപ്പിച്ച്. അതായത് യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് രക്ഷപ്പെടില്ല മോനെ. എന്നിട്ട് ആരെ ചോദ്യം ചെയ്യണേ? പറയോട് മറുപടി. ഇതാണ് ഷെയ്ഖിന്റെ കൈ പിടിച്ചാൽ പറഞ്ഞല്ലേ? എൻ്റെ ഷെയ്ഖ് പഠിപ്പിച്ചല്ലേ? നിങ്ങൾ രണ്ടാളും കീശേരിച്ച് പറഞ്ഞല്ലേ? ഈ DVD വിറ്റ പൈസ കൂടെ ബുക്കിൻ്റെ അടുത്തുണ്ട്, പുത്തനത്താണിന്ന് ബുക്കുണ്ട്. ഞാൻ പലവട്ടം കാണിച്ചതാ ഈ DVD, ഈ പ്രസംഗം. സകല ഔലിയാക്കളെയും കുറ്റം പറഞ്ഞ് സകല മശായിഖന്മാരും കള്ളന്മാരാന്ന് പറഞ്ഞ് 90% കള്ളന്മാരും തട്ടിപ്പോന്ന് പറഞ്ഞ് പ്രസംഗിച്ചിക്കാണ്ട് അത് പുട്ടടിച്ച് നടന്ന ഞങ്ങളെ പഠിപ്പിക്കണ്ടില്ലേ? വണ്ടി വിടാൻ എനിക്ക് അതെന്താ കളി ഞങ്ങളെ മുമ്പ് നടക്കൂല. മനസ്സിലായോ? ഇനി വേണം എനിക്ക് ഒന്നുകൂടി കണ്ടോ. കണ്ട ത്വരീഖത്തിന്റെ പിന്നിലൊക്കെ പോകണ്ട. നൗഷാദ് നിങ്ങൾ പഠിപ്പിച്ചിട്ട് വരാ. എന്നിട്ട് നിങ്ങളിപ്പോൾ ആക്കെ മുടിച്ചിക്കാണ്ട് വേറെ ഉള്ള ചോദ്യം ചെയ്യാനല്ലേ? എന്താ അവകാശത്തോടെ അർത്ഥമല്ലേ? തൊള്ള തുറന്ന് പാടാതില്ലേ? അങ്ങനത്തെ ആണാണെങ്കിൽ വൈകുണ്ടെങ്കിൽ എൻ്റെ ഉസിറ് പറയാൻ കണ്ടില്ലേ? നാവ് പൊന്തിച്ചിട്ട് വാ, വിവരം അങ്ങോട്ട് അറിയും. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ലഘുവായി നമ്മൾ കണ്ടിട്ട് കണ്ടീന്റെ പിന്നിലൊക്കെ പോയി ചാടണ്ട. കണ്ടോ, ഈ ത്വരീഖത്തിൽ ലഘുവായി കണ്ടീന്റെ പിന്നിലൊക്കെ പോയി ചാടണ്ട. സത്യം ഉണ്ടാവില്ല, ഒക്കെ കള്ളന്മാരേക്കാരം വിട്ടുപോകും എന്ന് പറഞ്ഞ് ത്വരീഖത്തിൽ നിന്നും മശായിഖന്മാരിൽ നിന്നും ഇവിടെ ജനങ്ങളെ അകറ്റിയതാരടോ? ഇജും നൗഷാദും ഈ രണ്ട് മൊയ്താളല്ലേ? അല്ല, നിങ്ങൾക്ക് എന്താ ദീൻ പറയാൻ അധികാരം? മശായിഖന്മാരെ പറ്റി ത്വരീഖത്തിനെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? പറയടോ, ആണാണെങ്കിൽ പറയടാ. കുഞ്ഞമ്മതി ഉണ്ടല്ലോ, വന്ന് പറയടാ. എന്താ നിങ്ങൾക്ക് മുണ്ടാട്ടില്ലാത്തേ? കുറച്ച് പണി ഉണ്ടാവും. സീലേ തൊള്ള തുറക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സീല് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നിങ്ങളെ നാവ് ഇവിടെ പൊന്തൂല, കാരണം അതിനെ അടക്കം ചെയ്തിട്ടാ. തുറക്കാൻ കഴിയില്ല. നല്ലതും തുറക്കി, അതിൽ നമുക്ക് വേണ്ടിയതേ. ഇവിടെ നിങ്ങൾ നാവ് പൊന്തൂല, ഇത് ഗ്രൂപ്പ് വേറെ, തുറക്കാൻ കഴിയില്ല. ഞാൻ ആണായിട്ട് പറയണേ. കുഞ്ഞമ്മ തീണ്ടല്ലോ, അവൻ കേൾക്കണ്ടല്ലോ, ഒക്കെ അൻവരി തീണ്ടല്ലോ, അവൻ കാണുന്നുണ്ട്, കേൾക്കണ്ടല്ലോ. ഈ നിങ്ങളെ കളി ഇവിടെ നടക്കൂല. മനസ്സിലായോ? അല്ലെ ഇതിന് മറുപടി വരെ വന്ന് കണ്ടേ. ഇതൊക്കെ നിങ്ങളെ ശേഖന്റെ കൈ പിടിച്ചാലാ ഓൻ പറയിപ്പിച്ചാൽ ഞങ്ങളെ കൊണ്ട്. ഓനെ മൈക്കായി പറഞ്ഞാൽ ഓനപ്പം ഞങ്ങളെ ത്വരീഖത്തും ശേഖും പഠിപ്പിക്കണ്ടേ? ഞങ്ങൾ ഉസ്താദ്മാരും ഞങ്ങളെയും ചിലക്കാതെ വണ്ടി വിടാൻ നിങ്ങൾക്ക് കേട്ടോ. അതൊക്കെ ആളില്ലാത്ത എവിടെയും പോസ്റ്റ് പോയി വേടിച്ചോളി. ഞങ്ങൾ മുമ്പിൽ നടക്കൂല.